കൂട്ടുകാർക്കും കവി അനഗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഹൈബ്രിഡ് താമര എങ്ങനെ നട്ട് വളർത്താം, നല്ല രീതിയിൽ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ താമര മേടിക്കുമ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് പിടിച്ച് കിട്ടുമോ, പൂ വിരിയോ, എങ്ങനെയാണ് എന്നൊക്കെ കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. കാരണം എന്താണെന്നറിയോ, നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താമര നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെ ചെയ്യണം, എങ്ങനെ നടണം എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എൻ്റെ വീട് എറണാകുളത്താണ് കേട്ടോ, എറണാകുളം ചെറായി. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല ഉപ്പുമണ്ണാണ് കേട്ടോ. എൻ്റെ വീടിന് ചുറ്റും കണ്ടോണ്, അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് കിട്ടുന്ന മണ്ണിന് നല്ല പുളിപ്പരസമുള്ള മണ്ണാണ് കേട്ടോ. എന്നാലും ഞാൻ ആ മണ്ണ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നാലും താമര നന്നായിട്ട് തന്നെ എനിക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. പല നാട്ടിലും പല മണ്ണായിരിക്കും കേട്ടോ. പിന്നെ കുളത്തിലെ ചെളിയൊക്കെ വെച്ചിട്ട് നമുക്ക് താമര സെറ്റാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെളി അത്ര സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ താമരയ്ക്ക് വേണ്ട മറ്റൊരു കാര്യം നല്ല വെയിലാണ് കേട്ടോ. നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ താമര നല്ല രീതിയിൽ തന്നെ പൂവിടുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, താമര നല്ല വെയിലത്ത് തന്നെ വയ്ക്കാനായിട്ട്. നെക്സ്റ്റ് വേണ്ടത് ഇതുപോലൊരു പോട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പോട്ട് തന്നെ വേണം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ചാണകപ്പൊടിയാണ് കേട്ടോ. നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണെങ്കിൽ നല്ലത്. എൻ്റെ ചാണകം നനഞ്ഞു പോയിട്ടോ മഴ കൊണ്ടപ്പോഴത്തേക്കിന്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടിയോളം എല്ലുപൊടിയാണ് കേട്ടോ. എല്ലുപൊടി കുറച്ച് മതി, ഒരു മാസത്തേക്കുള്ളത് കുറച്ച് മതി കേട്ടോ. അതിനുശേഷം വേണ്ടത് നമുക്ക് മണ്ണാണ്. നമ്മുടെ പറമ്പിലുള്ള മണ്ണ് തന്നെ മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉപ്പ് കലർന്ന ഒരു മണ്ണാണ് കേട്ടോ. ഇതിൽ നേരിയതായിട്ട് ഉപ്പ് രസം ഉണ്ടാവും. പിന്നെ വേണ്ടത് നമുക്ക് നടാനുള്ള നമ്മുടെ ട്യൂബറോ അല്ലെങ്കിൽ റണ്ണറോ ഉണ്ട്. ഇത് ട്യൂബറാണ് കേട്ടോ. റണ്ണർ ആദ്യമായിട്ട് നടന്നവർ റണ്ണർ ഉപയോഗിക്കാതിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ റണ്ണറാണ് വാങ്ങണമെങ്കിൽ പിടിച്ച് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടണമെങ്കിൽ ആദ്യം മേടിക്കുന്നവർ, തുടക്കക്കാരാണ് ഞാൻ പറയുന്നത്, അവർ മറ്റേ ട്യൂബർ വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഇത്തിരി എല്ലുപൊടി ഇട്ട് കൊടുത്തു, അതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടതിന് ശേഷം മാത്രമേ അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അതിന് ശേഷം നമുക്ക് അതിലുള്ള കല്ലും കട്ടയും ഒക്കെ എടുത്ത് മാറ്റണം. കാരണം റണ്ണറായാലും ട്യൂബറായാലും ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് അത് ഓടണത്. അങ്ങനെയാണ് നമുക്ക് ഈ റണ്ണറും ട്യൂബറൊക്കെ ഫോം ചെയ്യണത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി മണ്ണ് നല്ല രീതിയിൽ തന്നെ അമർത്തി എടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ 2 നടണോണ്ടാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ചാല് പോലെ കീറണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ താമര നടുമ്പോഴത്തേനും നമ്മൾ സൈഡിലാണ് നട്ടു കൊടുക്കുന്നത്. ആമ്പലാണെങ്കിൽ നമുക്ക് പോട്ടിൻ്റെ നടുക്ക് തന്നെ നട്ടു കൊടുക്കുക കേട്ടോ. താമര ആകുമ്പോൾ ഇതുപോലെ വയ്ക്കുക. അതിൻ്റെ ആ മുള വന്ന ഭാഗം ഉണ്ടല്ലോ, അത് നേരെ മുകളിലോട്ടാക്കി വെക്കണം കേട്ടോ. ഇതിപ്പോഴും വെള്ളത്തിൽ ലീഫൊക്കെ നല്ലോണം പിടിച്ച് വന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നേരിയതായിട്ട് മണ്ണിട്ട് ആദ്യം നമുക്ക് വരുന്ന ലീഫ് കൊയിൻ ലീഫാണ്. അതിനുശേഷം ഇത്രയും കൂടെ വലിപ്പത്തിലുള്ള ലീഫ് വരും. അതിനുശേഷം വരുന്ന ലീഫാണ് സ്റ്റാൻഡ് ലീഫ് എന്ന് പറയും. സ്റ്റാൻഡ് ലീഫ് എന്ന് പറഞ്ഞാൽ നേരെ പൊങ്ങി കുറച്ചധികം പൊക്കത്തിലോട്ട് നിൽക്കും കേട്ടോ. ആ ഒരു സ്റ്റാൻഡ് ലീഫിൻ്റെയോടൊപ്പം തന്നെയാണ് ബഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1-2 മാസം കൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്ന താമരകളും ഉണ്ടാകും കേട്ടോ. പക്ഷേ ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് അത്യാവശ്യമാണ് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ നട്ട് കഴിഞ്ഞല്ലോ, അതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട ആ ഒരു റണ്ണറോ അല്ലെങ്കിൽ ട്യൂബറോ ഇങ്ങോട്ട് പൊങ്ങിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ കാക്കയൊക്കെ വന്ന് വെള്ളം കുടിക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങോട്ട് പൊങ്ങിപ്പോരാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു ചെറിയ കല്ലൊക്കെ എടുത്ത് ഇതിൻ്റെ മേളിൽ ഒന്ന് വേര് മണ്ണിലോട്ട് ആകുന്നത് വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്കിതിൽ ബഡ് വരികയും നല്ല പൂക്കൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ താമര വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും എന്ത് രസമായിരിക്കും അല്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ
അവിടെയുള്ള പാടത്തൊക്കെ ഒരുപാട് താമരകൾ ഉണ്ടാകും. അത് നമ്മുടെ നാടൻ താമരകളാണ് കേട്ടോ. അപ്പം നമ്മൾ കുളത്തിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഹൈബ്രിഡ് ആണല്ലോ. അങ്ങനെ കുളത്തിലൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നുള്ളവർ നമ്മുടെ നാടൻ താമര തന്നെ തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.